വിയറ്റ്നാമിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 18 പേർ മരിച്ചു എന്ന റിപ്പോർട്ട്. ബോട്ടിൽ 32 ഇന്ത്യക്കാരുണ്ടായിരുന്നതായാണ് വിവരം. രക്ഷാപ്രവർത്തനം നടക്കുന്നതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നു. ബി ബാലഗോപാലുണ്ട്. ബാലു, വലിയൊരു ദുരന്തമുണ്ടായി എന്നതാണല്ലോ ആദ്യ വിവരങ്ങളിൽ തന്നെ സൂചനയുള്ളത്. എന്തൊക്കെ വിവരങ്ങളാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്നത്? രതീഷ്, ദക്ഷിണ വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സ്പീഡ് ബോട്ടാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ 32 ഇന്ത്യക്കാരും ഇന്ത്യൻ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ 4 ക്രൂ മെമ്പർമാരും അടങ്ങുന്ന അങ്ങനെ 36 പേരായിരുന്നു ഈ സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ 15 പേർ, നേരത്തെ 18 മരണം ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ 15 ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ മരണം ഔദ്യോഗികമായി ഈ പ്രാദേശിക മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നു എന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്പീഡ് ബോട്ട് ഈ വിയറ്റ്നാമിലെ തന്നെ, അതായത് ഫുക്കോക്ക് ദ്വീപിലെ ഹോൺ മൈ റട്ട് ദ്വീപിൽ നിന്ന് ആൻതോയ് പോർട്ടിലേക്ക് പോവുകയായിരുന്നു. അത് 400 മീറ്റർ, കരയ്ക്ക് 400 മീറ്റർ അകലെ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിലവിൽ ആ മേഖലയിൽ ഈ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. അതുപോലെ തന്നെ ഈ ദ്വീപിന് ചുറ്റും ഈ വലിയ തോതിൽ ഈ തിരമാലകളും മറ്റും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ തിരച്ചിൽ പ്രവർത്തനം, രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിക്കുകയും ചെയ്തിട്ടുള്ള. ഈ ജീവൻ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ഈ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതായത് ഇവർ എവിടെ നിന്നുള്ളവരാണെന്നോ അല്ലെങ്കിൽ മരിച്ച ഇന്ത്യക്കാരുടെ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാദേശിക മാധ്യമങ്ങളും മറ്റും പറയുന്നതനുസരിച്ചാണെങ്കിൽ, റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഈ ബോട്ടിലുണ്ടായിരുന്നവരിൽ കൂടുതൽ പേരും ആന്ധ്ര സ്വദേശികളാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് ഇന്ത്യൻ കാര്യാലയം, നയതന്ത്ര കാര്യാലയം ഇതുവരെയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് വലിയൊരു അപകടം ഉണ്ടായതിന്റെ പ്രാഥമികമായ വിവരങ്ങളാണ്. വിയറ്റ്നാമിലാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 18 പേർ മരിച്ചു എന്ന് റിപ്പോർട്ട് വരുന്നത്. ബോട്ടിൽ 32 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണ് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്.